ഹായ്, മേരെ സാരി തുമ്പി തന്നെ തുടയ്ക്കാം. ഞങ്ങള് ഗസ്റ്റ് വന്നിട്ട് പോയതൊക്കെ കണ്ടല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മള് ഒരു കറക്കമാണ്. ചേച്ചി നമ്മുടെ കോവളം ബീച്ചിലത്തേക്ക് പ്ലാൻ ചെയ്തേക്കായിരുന്നു. ഇതൊക്കെ നമ്മുടെ നേരത്തെയുള്ള പ്ലാനിങ് ആണേ. കോവളം ബീച്ചും പിന്നെ ഔട്ടിംഗ് ഒക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാ. പിന്നെ ചേച്ചിക്ക് ഇവിടുത്തെ പങ്കായത്തിൽ പോയിട്ട് ഒരു ഫുഡ് കഴിക്കണം, അങ്ങനെ എന്തൊക്കെ കുറെ പ്ലാനിങ് ഉണ്ട്. സോ അപ്പോ മാക്സിമം ഞാൻ ഒഴിയാൻ നോക്കി. പക്ഷെ ചേച്ചി വരുന്നല്ലേ വർഷത്തിലെ, അല്ലെങ്കിൽ ഇത്തിരി നാളിനിടയ്ക്ക് വന്നല്ലേ, അപ്പൊ നമുക്ക് മാക്സിമം സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അയ്യോ തളർന്നു. പക്ഷെ എങ്കിലും ചേച്ചിയുടെ കൂടെ പോവാന്ന് കരുതി. അപ്പൊ നമ്മള് നേരെ പോകുന്നത് ഇപ്പൊ അവര് സൂവിലുണ്ട്. അപ്പൊ നമുക്ക് ഇവര് പോയിട്ട് വേണം നമ്മുടെ പിള്ളേരെ തുറക്കാൻ. പിള്ളേരെ തുറന്നിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ അവരോട് നേരത്തെ പോകാൻ പറഞ്ഞു. ആക്ച്വലി നമ്മൾ ഇവിടുന്ന് ഒരുമിച്ച് പോകാന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നമ്മളെ പിള്ളേരെ തുറക്കണം, അവരുണ്ടെങ്കിൽ പറ്റൂല. സോറി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ തൽക്കാലം എന്തായാലും വന്നേനെ സൂവിലൊന്ന് കയറി. അപ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായി പിള്ളേരെയൊക്കെ ഇറക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പിള്ളേരെയൊക്കെ ഇറക്കി. ഇനി നേരെ ഇപ്പൊ അവര് സൂ കണ്ട് കഴിയാറായി. നേരെ നമ്മൾ പോവാണ്. അപ്പൊ പോകുന്ന സമയത്ത് അമ്മയ്ക്കൊരു സസ്പെൻസ് ഉണ്ട്. അതിലുപരി വേറൊരു കോമഡി, ചേച്ചി വാങ്ങിച്ച ചെരുപ്പാണേ. ഞാൻ കറക്റ്റ് കാര്യം എനിക്കും അമ്മയ്ക്കും ഒരേ സൈസാ 7. അപ്പൊ ഞാൻ ആ സൈസാ പറഞ്ഞേ. പക്ഷെ എനിക്കും വലുത് അമ്മയ്ക്കും വലുത്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും പറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പം ചെരുപ്പ് ഇവിടെ അനാഥമായിട്ട് ഞാൻ തന്നെ വീട്ടിലിട്ട് തീർക്കാന്ന് കരുതിയുണ്ട്. വാങ്ങിച്ചതല്ലേ, നമ്മളങ്ങനെ ഒരാൾ കൊണ്ട് തന്നതാണ്. എന്തോ ആവട്ടെ, നമുക്കതൊരു സമ്മാനമായിട്ട് തന്നേനെ. അപ്പൊ നമ്മൾ മോശം കായിട്ട് കാണാൻ പറ്റില്ല. ഞാൻ യൂസ് ചെയ്യും, വീട്ടിൽ യൂസ് ചെയ്യും. സോ അപ്പം വേണ്ട, ചേച്ചിയുടെ ബാഗ് എന്നാ വീണ്ടും യൂസ് ചെയ്യും. എനിവേ അപ്പൊ നമുക്ക് പോവാം, കടലിലേക്ക് പോവാം. യാത്ര പോയി ഇറങ്ങി, എഞ്ചിൻ ഔട്ട് ഓഫായി. അമ്മ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കും, നമ്മൾ പോയിട്ട് വരാം. പിന്നെ നിങ്ങൾ ഇങ്ങനെ വാടിയ ചീര പോലെ നിന്നാ ഇങ്ങനെ ഇത്രയും നേരം നല്ല ആക്റ്റീവ് ആയിരുന്നേണേ. വണ്ടി റെഡിയാക്കി ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയാക്കി ഇറക്കിയപ്പോഴത്തേക്കും ബോധം പോയി. അമ്മ ഒരു കാര്യം അങ്ങ് പോയിരിക്കും, ഇനിയിപ്പൊ നമ്മൾ പോയിട്ട് വരാം. അല്ല നിങ്ങളാണ്ട് ഇങ്ങനെ നിന്നാ പിന്നെ എങ്ങനെ കൊണ്ടു എന്തൊരു സാരി പിടിച്ച് അങ്ങോട്ട് വിളിക്കണ? നിങ്ങൾ ഇങ്ങനെ നിന്നാ എങ്ങനെ കൊണ്ടുപോണത്? അമ്മ മിണ്ടാതിരി അമ്മ, ഇത്തിരി തുണി ഉടുത്തിട്ട്. വേണ്ട, നിങ്ങൾക്ക് കണ്ട ഇതില്ലല്ലോ, താല്പര്യം ഇല്ലല്ലോ. വാ, ഇപ്പൊ ശരിയായി. ഇല്ലെങ്കിൽ പിള്ളേച്ചൻ കള്ളാൻ വേണമെന്ന് വിചാരിച്ചനാ. ഓക്കെ, അപ്പം പോവാം. ഹലോ ഗൈസ്, ഇന്ന് ചെടിയൊക്കെ വന്നു. അപ്പോൾ ഇന്ന് അങ്ങളെ വന്നിട്ട് എടുത്തോണ്ടു തുപ്പ് പിന്നെ മുട്ടയെ കഴിച്ചപ്പോ മുട്ട അവളെ അതൊക്കെ തുപ്പിന് ചെടി. ഓ, ഇതിനിടയ്ക്ക് ഇതൊക്കെ നടന്നല്ലേ? തുപ്പ് നടന്നാണോ? തുപ്പ് അതായത് ചെറി രശ്മി ചേച്ചിയുടെ ബ്രദറിന്റെ കുഞ്ഞുണ്ടായിരുന്നു. ബ്രദറും കുഞ്ഞും ഉണ്ടായിരുന്നു. അപ്പൊ ബ്രദറിന്റെ മോളുമായിട്ടുള്ള സ്പെൻഡിങ്ങിന്റെ സ്റ്റോറിയാണ് ഈ പറയണത്. തുപ്പി ഒരു മിഠായി ഉണ്ടോന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ വേറൊരു കാര്യം പറയാട്ടോ, ഞാനത് പറഞ്ഞില്ലാന്ന് തോന്നുന്നു. ആക്ച്വലി രശ്മി ചേച്ചി ഞങ്ങളുടെ റിലേറ്റീവോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടോ ഒന്നുമല്ല. നമ്മുടെ യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മളെ പരിചയപ്പെട്ട് ഞങ്ങളെ കാണാനായിട്ട് വന്നവരാണ് കേട്ടോ. ഇതിനകത്ത് പറയാൻ വിട്ടു, ഇന്നലെ അത് പറഞ്ഞു തോന്നില്ല. അപ്പോ അതാണ് രശ്മി ചേച്ചി. എനിവേ നമ്മള് നല്ല ഇതായിരുന്നു. മാക്സിമം നമ്മള് എന്താ പറയാ, നമ്മളാൽ കഴിയുന്ന രീതിയിൽ നന്നായിട്ട് ഇൻവൈറ്റ് ചെയ്തു അവരെ. ചേച്ചി ആക്ച്വലി UK-ന്ന് ഇവിടെ നാട്ടില് ഒരു 4-5 ദിവസത്തേക്ക് ചേച്ചിയുടെ പാരന്റ്സിനെ തിരികെ കൊണ്ടുപോകാനായിട്ട് വന്നതാ. അപ്പം ട്രിവാൻഡ്രത്ത് നമുക്ക് വേണ്ടി വന്നതാണ്. 2 ദിവസം മറ്റന്നാളം കണ്ട് പാരന്റ്സിനെ, അമ്മ അച്ഛനെ തിരിച്ചു കൊണ്ടുപോകും UK-യിലോട്ട്. അപ്പൊ ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. തലേ ദിവസം വിളിച്ചപ്പോഴേക്കും ഉമ്മ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ശോഭനമ്മയെ കാണാൻ അല്ലെങ്കിൽ ഉമ്മയെ കാണാൻ, അവിടെ വരാൻ, വീട്ടിൽ വരാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈവൻ ചേട്ടൻ പോലും ആരും അന്വേഷിക്കാറില്ല. ചേച്ചി ഭയങ്കരമായിട്ട് സുധിയെ കാണാൻ എന്നൊക്കെ പറഞ്ഞു. സോ ഭയങ്കര ഹാപ്പിയാണ് നമ്മള്. എന്താ പറയാ, നല്ല നല്ല ബന്ധങ്ങള് നമുക്ക് സോഷ്യൽ മീഡിയ വഴി കിട്ടുന്നുണ്ട്. സന്തോഷം. പിന്നെ നമുക്ക് ആദ്യം നമ്മള് ഈ വരട്ടോ എന്ന് ചോദിച്ചവരോട് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആയപ്പോ നമുക്ക് അങ്ങനെ വരുന്നതാണ് നല്ലതെന്ന് ഫീൽ ചെയ്തു. ബിക്കോസ് നമ്മൾ പല കാര്യങ്ങളും അമ്മയെ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അമ്മ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കുറേ കൂട്ടങ്ങളുണ്ട്. അപ്പൊ അവരോടൊന്നും നമുക്ക് ഒരിക്കലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരാള് വന്നിട്ട്
അവര് കണ്ട് മനസ്സിലാക്കും. അത് ഒരു 10-20 മിനിറ്റ് അല്ല, ഒരു 1 ഡേ ഫുൾ ഓഫ് നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് മനസ്സിലാവും പറഞ്ഞു പഠിപ്പിക്കുന്നതാണോ അല്ലെ അമ്മ റിയൽ ആണോ. കാര്യം രശ്മി ചേച്ചിക്ക് മനസ്സിലായി ഈച്ച് ആൻഡ് എവരി വുമൻ ഹാസ് ബീൻ അമ്മ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ആണ്. എന്ന് വെച്ചാല് ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ട് നമ്മളോട് സ്പെൻഡ് ചെയ്ത് രശ്മി ചേച്ചിയോടെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോ പെട്ടെന്ന് സ്പോട്ടിൽ തന്നെ അമ്മ ദേഷ്യപ്പെടും. ദേഷ്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ദേഷ്യപ്പെടും, അവര് പേടിക്കുന്ന രീതിയിൽ ദേഷ്യപ്പെടും. അപ്പൊ ആ രശ്മി ചേച്ചിക്ക് മനസ്സിലായി. അപ്പം ചേച്ചി ലാസ്റ്റ് എന്നോട് പറഞ്ഞു അത്ര എളുപ്പമല്ല ഹാൻഡിൽ ചെയ്യാൻ. ബിക്കോസ് ചേച്ചി അവിടെ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു നേഴ്സാണ്. എന്നിട്ട് കൂടി ചേച്ചി പറഞ്ഞു എളുപ്പമല്ല അമ്മ ഹാൻഡിൽ ചെയ്യാൻ. സോ അത് ഞാൻ പറഞ്ഞില്ല, അത് കാണുന്നവർ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ ഞാൻ എന്തോ വലിയ സംഭവം ചെയ്യുന്നു, ഞാൻ ഭയങ്കര അപ്രസിയേഷൻ അർഹിക്കുന്നു, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ല, കുറെ പേര് നമ്മളെ പറഞ്ഞ് അഭിനയിപ്പിക്കുന്നു, പറഞ്ഞ് ഫലിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് മുന്നിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇതാണ്, എക്സാമ്പിൾ ആണ് ആരെങ്കിലും ഒക്കെ വന്ന് അവരോട് സ്പെൻഡ് ചെയ്യുന്നത്. എനിവേ നിറയെ ഗിഫ്റ്റുമായിട്ടാണ് ചേച്ചി വന്നത്, ഭയങ്കര ഹാപ്പി. ഇതിൽ വേറൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് പക്ഷെ നമുക്ക് അങ്ങനെ അതായത് ഇന്നെന്ന് പറയുന്നത് ഞാൻ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനത്തെ ഒരു ഗതികേട് വന്നിട്ടില്ല. പക്ഷെ കല്യാണത്തിനൊക്കെ മുന്നേ നമ്മുടെ ബന്ധങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരിലും ഒക്കെ ഗൾഫിൽ പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോ അത് ലീവിന് വരും. ലീവിന് വരുമ്പോ ബന്ധങ്ങളിലും അയൽക്കാരിലും ഒക്കെ. അപ്പോ നമ്മളെന്ന് വെച്ചാൽ ലീവിന് വരുമ്പോ എക്സ്പെക്ടേഷൻ മോറാണ്. എന്തെങ്കിലും ഒരു മിഠായി പൊടിയെങ്കിലും കൊണ്ട് തരും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അത് ഭയങ്കര കുഞ്ഞുനാളില് ഇപ്പം എന്റെ ഇത് കാണുന്ന 90s കിഡ്സിനൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. കുഞ്ഞുനാളിൽ നമ്മൾ ഭയങ്കര സങ്കടമാണ്. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതിനു ശേഷം കല്യാണ ശേഷം എനിക്ക് അതിനൊന്നിനും ഒരു ദാരിദ്ര്യം വന്നിട്ടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് നന്നായിട്ട് എങ്ങനെയാണോ നമ്മൾ ജീവിച്ചതിന്റെ ഒരു 100 മടങ്ങ് മേളിൽ തന്നെ എന്ന് പറയാൻ പറ്റും, നന്നായിട്ട് ജീവിക്കാൻ പറ്റി. പക്ഷെ ഇന്നിപ്പോ നമുക്ക് സോഷ്യൽ മീഡിയ വഴി അന്ന് ആഗ്രഹിച്ച കാര്യങ്ങള് സിമ്പിൾ ആയിട്ട് കിട്ടുമ്പോ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നിങ്ങളല്ലേ കാരണക്കാര്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റിയോണ്ടല്ലേ പറ്റുന്ന. നമുക്ക് വരുന്ന ഓരോ മാറ്റങ്ങൾക്കും നിങ്ങളോട് മാത്രമേ എനിക്ക് താങ്ക്സ് പറയാനുള്ളൂ. പറഞ്ഞോ. എന്തിനും മിണ്ടണം? ഇങ്ങേരോട് എന്തിനു നന്ദിയും പന്നിയൊക്കെ പറയണം? ഓടോ. 2-3 പ്രതിമകൾ പുറകിലുണ്ടായിരുന്നു. അയ്യോ എന്തിനു പറ്റിയോ എന്റെ തട്ടോ മുത്തോ ഉറങ്ങിപ്പോയി. അയ്യോ നിങ്ങൾ എന്തൊരു കാര്യം പറയണം? ഞാൻ പറയാം. എന്തിനു പറയണം? നിങ്ങൾ പറയുന്ന പോലെ ഞാൻ പറയാം. എന്നെ പാവലിന്നിട്ട് ഒരു സൈഡിൽ പൊക്കി വെച്ചപ്പോ അങ്ങനെ അത് പോരാ പോലും അയാൾക്ക്. എനിക്ക് പോണോ അമ്മാ 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 ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വായെന്നേ, ഇങ്ങോട്ട് വാ. ഇതെന്തിനാ അവിടെ ഇരുന്നിട്ട് തല മാത്രം ഇവിടെ വെച്ചിരിക്കണ ഒരു കൊക്ക് വയ്ക്കും കണക്ക്? ഇങ്ങോട്ട് വാ. വാ വന്നാ. ഇന്ന് വന്ന ആൾക്കാർ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? എന്തിന് ഈ ബുധൻ വിട്ടൊരു കളിയില്ലേ അമ്മ? അവര് ഇങ്ങോട്ട് വാ. കൊള്ളാന്നുള്ള പാർട്ടിക്കാരി തന്നെ. ഇഷ്ടപ്പെട്ടാ നിങ്ങക്ക്? ഇഷ്ടപ്പെട്ട്. അപ്പൊ നമുക്ക് UK-ലോട്ട് ഒരു വിസ തരുമെന്ന് ചോദിക്കണം. എന്തിനാ പറയണ? എന്തിന്? ആരെ കണക്ക്? നെല്ല് കുഞ്ഞാ ആരെ? അവരെ എന്ന് വെച്ചാ UK-ലോട്ട് ഒരു വിസ കിട്ടുമെന്ന് നോക്കാന്നേ. നമുക്ക് വേറെ രാജ്യത്തോട്ട് പോവാം കേട്ടാ. UK-ല് പോവാം. ഇവിടെ കിടന്നാ മതിയാ? കേരളത്തിൽ കിടന്ന് ചെത്താ മതി. ഇവിടെ കിടന്ന് യവന്മാരെ ഇടയിൽ കിടന്ന് അടിയും എനിവേ അപ്പൊ നമ്മൾ ഇനി നേരെ അങ്ങ് സിറ്റിയിലോട്ട് പോവാണ്. ബാക്കി ശേഷം പാക്കല.
ഇങ്ങോട്ട് ഇറങ്ങി. എടാ നിങ്ങൾ അവിടെ ഇരിക്കും, നിങ്ങൾ വരണ്ട. ഈ ചെരുപ്പൊന്ന് ഇട്ട് നോക്കിയാണ്. കാല് കേറ്റ്. റേറ്റ് അറിയാ വരാറായോ? ബൈ ബൈ. ഇത് ഓക്കെ അല്ലേ? അല്ലേ ഇത് കൊള്ളാം. ഏ കൊള്ളാമോമ്മ? ഇഷ്ടപ്പെട്ടാ? ഇനി ഇത് ഇടാൻ പറ്റുമോ? ഇതിന്റെ കറുപ്പ് തന്നെ. കറുപ്പ് നോക്കട്ടെ. വേണ്ട ഇതോ? കംഫർട്ട് അതാണെന്ന് തോന്നുന്നു. പാർക്കിങ് കംഫർട്ട് അതാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, നില ഊരിട്ട്. ഇതല്ലേ കുഴപ്പം. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. കേറ്റമ്മ, ഇതെന്തിരിത് ഈ പറഞ്ഞ കണക്ക് കാല് കേറ്റ നിങ്ങള്. ആ പക്ഷെ കൊള്ളായിരുന്നു ഈ ചെരുപ്പ്. വേണ്ട, ആദ്യം എടുത്തത് തന്നെ മതി. നല്ല നല്ല കളക്ഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ കരുതി ഇങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് ചെരുപ്പ് വാങ്ങേണ്ടതെന്ന്. നമ്മളെ ഈ എല്ലാത്തിനും വലിയ വലിയ കടകളിൽ പോകുമ്പോൾ സത്യമായിട്ട് അവരെക്കാട്ടി നല്ല വിലക്കുറവിലും ക്വാളിറ്റിയിലും ഒക്കെയാണ് ഇവർ വെച്ചേക്കുന്നത്. പക്ഷെ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പൊ എനിക്കിഷ്ടം ഇങ്ങനെ ഫുട്പാത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണം. മോസ്റ്റ് സാധനങ്ങൾ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ വാങ്ങാറ്. എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. കടകളിലൊക്കെ വളരെ ചുരുക്കം സാധനങ്ങൾക്കേ പോകാറുള്ളൂ. ഷോബൂസ് ഹാപ്പിയാണേ. കൊള്ളാമോമ്മ? അപ്പൊ മുഖം തെളിയണില്ലല്ലോ. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? നീ ഇത് എത്ര ദിവസം സൂക്ഷിക്കും? എത്ര ദിവസം സൂക്ഷിക്കൂന്ന്? എന്നിട്ട് പെരക്കകത്തല്ല, ചെരുപ്പ് വെളിയിലാ വെക്കണ്ടേ. ചെരുപ്പ് വാങ്ങിച്ചേ ഷോബൂസിന്. നീ ചെരുപ്പ് കൊള്ളാമോ? ഇട്ട് വീഴാതെ നടക്കും. എല്ലാ ചെരുപ്പും ഊക്കിടുന്ന തന്നെ, ഊക്ക് തന്നെ ബ്ലൗസാ. ഇതിനെങ്കിലും ഇതിനെ സൂക്ഷിക്കോ? ഇടുന്നതിലല്ല, വീഴാതിരുന്നാൽ മതി. വീഴുന്നതാണ് പ്രശ്നം. ചെരുപ്പിടുമ്പോഴത്തേക്ക് കാലുറയ്ക്കൂല, വീഴും. ദാ വീഴും. എന്തോ കൈയിരിക്കണേ? അമ്മ സുഖം തന്നെയെന്ന്. പോയോ പോയോ പോയല്ലേ? നിക്കണ മോളോ മോളോ അനിയത്തിര മോൾ തോളത്തിളന്നല്ലേ. അമ്മ മിണ്ടാതിരി. അമ്മ കാണുന്നവരെയൊക്കെ എവിടെ വിളിക്കണ? ആ അത് പോയി 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 പോയി. പോയോ? ഇറങ്ങിയോ? ഇറങ്ങിയല്ലേ. ഒറ്റയ്ക്ക് ഈ മോളുമായിട്ട് വന്നോളാ. ഹായ്. ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോ മനസ്സിലായല്ലോ, കോവളം ബീച്ചിലെത്തി. അമ്മ ഫസ്റ്റ് ടൈമാണ് കോവളം. ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ്.
അവരിതുവരെക്ക് എത്തിയിട്ടില്ല. അപ്പൊ അവര് സൂവിൽ പോയി നടന്ന് ഊപ്പാട് വന്നിട്ട് വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോ ഇനി ബീച്ച് നമ്മള് ആദ്യം ഒന്ന് ഈ അലമ്പാവാന്ന് വിചാരിച്ചു. അവര് വരുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല പിള്ളേർക്ക്. പോവാ. കുതിരേനെ പിടിക്കും പോലെ ഉണ്ടായിരുന്നു. എന്തിനു ഓടിയത്? പിന്നെ മനുഷ്യരടക്കം പോലെ പതുക്കെ നടന്നാ പോരായിരുന്നാ? ഇവിടെ ഇതൊക്കെ സമ്മതിക്കോ? ഇല്ല 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 ഇല്ല. അതുകൊണ്ട് എന്ത് വേണം? എവിടാ? അത് പോസ്റ്റ് അല്ലമ്മ, അത് ഹോട്ടലാണ്. ഓ അത് ഹോട്ടലില് മുറികളാണ്. നന്ദാ ഉയ്യോ ഉയ്യോ. വള്ളം വള്ളം വള്ളം. ഓ വണ്ട വലിയ തരാ വലിയ തരാ. എങ്ങനെ ഉണ്ടായിരുന്നു കടല്? ഞാൻ ചാട് എടുത്ത് ചാടിയ മീൻ കിട്ടും. ഇങ്ങനെ കടിച്ചു പിടിച്ചോണ്ട് വന്നാ മതി. മീനൊന്നും ഇല്ലെന്ന് കടലില്. ശംഖുമുഖത്തായിരുന്നെങ്കിൽ റോഡ് സൈഡ്. ഇവിടെ ഇരി. ശംഖുമുഖം വരുന്നെങ്കിൽ മീൻ കണ്ടേനെ, വിഴിഞ്ഞത്ത് മീൻ കണ്ടേനെ. ഇവിടെ മീൻ കാണൂല. അവരിതുവരക്കും എത്തിയില്ല. അവരിനി പാദയാത്രയെ എത്തുള്ളൂ എന്ന് ഉറപ്പായി. ആ ഒരു വണ്ടിയുടെ അവസ്ഥ നോക്കി. അടിപൊളി വണ്ടി. ഈ വണ്ടിയിലൊക്കെ പോന്ന ആ വൈബ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുഞ്ഞി ഇവിടെ വാ. വേണ്ട അങ്ങനെ നമ്മുടെ അമ്മ ഒന്നും പറയാനില്ലേ? എന്തെങ്കിലുമൊക്കെ പറ. കടാപ്പുറത്ത് പിള്ളേര് ഓടിക്കൊണ്ട് കിടക്കണ. പിന്നെ പിള്ളേരോട് തടങ്ങിയിരിക്കോ? ഇരിക്കുവോ? കടലേടാ ചാട്ടാൻ തന്നെ. ഓ കടലുണ്ട ചാട്ടം തന്നെ. നല്ല രസമുണ്ട് ഇങ്ങനെ ആടിയാടി ഇരിക്കാൻ. നമുക്ക് അതാണ് നിങ്ങൾ ഇങ്ങനെ ആട്. ഓ ഒരെണ്ണം കൊടുത്തിഞ്ഞ് കൊണ്ടുവന്നേ. വെള്ളം ഇറങ്ങിയാ പിന്നെ ഇറങ്ങൂല വെള്ളത്തിൽ തന്നെ. എനിക്ക് കരയിലും കടലിലും വെള്ളം കണ്ട പേടിയാണല്ലോ. ഞാൻ ഇറങ്ങൂല. മീന് നിങ്ങൾ മീൻ കണ്ട അവിടെ? എന്നിട്ട് മീൻ കണ്ട അവിടെ? ആ പിന്നെ മിണ്ടാതിരി. ഇവിടെ വാ. ഇനി അവര് വരുമ്പോ നമുക്ക് ബാക്കി കാണാമേ. ഫസ്റ്റ് മുത്തം മുത്തം മുത്ത മുത്ത മഴവിൽക്കൊടിമാരത്ത് എന്താ നീ ഓടണം? അങ്ങനെ ഓടാടാ നീ. എന്താടാ അങ്ങനെ? അതെടാ നീ വാടാ. നീ വാടാ. അവന് നാണക്കേട്. നീ വാടാ വാടാ. ഇതാരെ വട്ടോടാ? ഇതാരെ വട്ടം? കണ്ടാ? അങ്ങനെ കോവളം ബീച്ച് അഭിമാന പുരസ്കാരം കാഴ്ചവെക്കുന്നു നമ്മളെ. നിങ്ങൾ ആര് കൊണ്ടുവന്നേ? എന്നിട്ട് അമ്മയൊക്കെ എവിടെ? എടാ ചിലരും കാണും. നിന്നെ ഉടുപ്പിടാതെ എല്ലാരും കാണും. കുഴപ്പമുണ്ടോ? യൂട്യൂബ് ചാനലിൽ വരും. 2 ദിവസം ഉമാസുതി 2 ദിവസം കഴിയുമ്പോ നീയൊക്കെ നോക്കുമ്പോ ഉടുപ്പില്ലാത്തത് വരും. നിന്റെ കൂട്ടുകാരെ ചോദിക്കും. അയ്യോ
ഇവന് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, തന്നെ. അപ്പൊ ഇൻസ്റ്റഗ്രാമിലേടാ? അവന് യൂട്യൂബ് ഉണ്ട്. എടാ ഭയങ്കര, നിനക്കൊക്കെ മുട്ടേ വീഴണ്ടേടാ ഇൻസ്റ്റാഗ്രാം. എന്തിന്? എന്തിനടാ? അങ്ങനെയല്ല, അത് നീയൊന്നും തുടങ്ങണ്ട, അനുസരിച്ച് വിട്ടുകൊടുക്കണം. നീയൊന്നും തുടങ്ങണ്ട. തുടങ്ങണ? എടാ നിന്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും നിന്നെയൊക്കെ ഉടുപ്പില്ലാതെ കണ്ടല്ലോ, അപ്പൊ നീയൊക്കെ എന്ത് പറയും? കുളിക്കാൻ പോയെന്ന് പറയാ. എടാ വിട്ടുകൊടുക്കല്ലേ, ഓമാരെല്ലാം കൂടെ വളഞ്ഞിട്ടടിക്കും. ഇതാരുണ്ടാക്കിയടാ? വിക്കണതാ? എടാ മതി കൊടുക്കടാ. പറന്നാങ്ങാനും പോയ അവന്മാരെല്ലാം കൂടെ തന്നെ വളഞ്ഞിട്ടടിക്കും. കൊടുക്കടാ. വേണ്ട, നമ്മൾ ആദ്യമായിട്ട് കണ്ട പിള്ളേരാന്നേ. നന്ദൻ പട്ടം ചോദിച്ച് അവര് കൊടുത്തു. ഇത് പറന്നു പോയാ കുഴപ്പമുണ്ടാടാ? പറന്നു പോയാ കുഴപ്പമില്ല. ആ മീനില്ലാന്ന്. ഓ യദു ഗോപിക. ശരിയടാ, ചെയ്യാം. ശരിയടാ. പിന്നെ ഈ വരുന്ന ബുധനാഴ്ച തന്നെ വരും. ചേച്ചി നേരത്തെ കണ്ടവരോട് ശനിയാഴ്ചയാ പറഞ്ഞേ. ആദ്യമായിട്ട് ഒരാളോട് ദിവസം മാറ്റി പറഞ്ഞു. പോയിച്ചിട്ട് വരണോന്നല്ലേ? ഉമാസുതി. നിന്റെ അമ്മയ്ക്കറിയാടാ? നിന്റെ അമ്മയ്ക്കറിയാം. ഒന്നും കൂടെ എടുക്കട്ടെ നിന്നേക്ക. അയ്യോ കണ്ടില്ല. എടാ നിന്റെ യോയോ വന്നില്ല, ഒന്നും കൂടെ യോയോ കാണിച്ചാണ്. അയ്യോ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. പറ എന്തരന്ന്? ശരി, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യും. പോരെ? ഒത്തിരി നടക്കാറുണ്ട്. പാവോട്ടോ, എന്റെ നന്ദപ്പന് കളിക്കാൻ കൊടുത്തു ഓമാരാ പട്ടം. നന്ദൂസേ അങ്ങനെ നമ്മുടെ ഔട്ടിങ് കഴിഞ്ഞിട്ട് എല്ലാം റോഡ് സൈഡിൽ വന്നിട്ട് ഇനി വാട്ട് ഈസ് നെക്സ്റ്റ് എന്നും പറഞ്ഞ് ചിന്തിച്ചോണ്ടിരിക്കും. അതിന്റെ ഇടയിൽ വേറൊരാളുണ്ടാവല്ലോ, അതാ നിക്കണം. അതാ ജാട് കുഴ ചോദിക്കും കണക്കല്ലേ. നോക്കി അങ്ങോട്ട് പോ മക്കളെ, ചേട്ടൻ അടുത്ത് പോ. എങ്ങനെ പോണേ? പ്ലാൻ ചെയ്യ്. എങ്ങോട്ട് പോണം? അടുത്ത സംസം വേണ്ട. അവരിവിടെയാണ് താമസിക്കുന്നത്. രശ്മി ചേച്ചി നിങ്ങളെ കൊല്ലും മനുഷ്യൻ. ചോദിച്ചു നിങ്ങളൊന്ന് മിണ്ടായി. അവരെന്തോ കഴിക്കട്ടെ, തനിക്ക് എന്തിന്റെ കേടാ? നമ്മളിതേ അവര് ഫ്രണ്ടിലുണ്ട്. നമ്മള് കുഞ്ഞെ നന്ദനൊക്കെ തീരെ അലമ്പായിരുന്നു അറിയാല്ല. അപ്പൊ അവരുടെ ഡ്രസ്സൊക്കെ പോയി മാറ്റിയേട്ടാ. അവിടെ ഒരു നിയറസ്റ്റ് ഷോപ്പിൽ പോയി ഡ്രസ്സ് വാങ്ങി അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി. അതിന് മണ്ണാക്കി. കുഞ്ഞപ്പെണ്ണിനാകെ വയ്യാട്ടാ. ജലദോഷത്തിന്റെ എല്ലാ ലക്ഷണം ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ ഇന്നും കൂടെ ആയപ്പോ സീനായി. ഇന്നത്തെ നമ്മള് നിയർ ബൈ നമ്മള് ആക്ച്വലി ചേച്ചി പത്തായത്തോ വെങ്കായത്തോ എവിടെ പോകാൻ വേണ്ടിട്ട് ഇരുന്നതാ. പക്ഷെ ഞങ്ങൾ ദൂരമല്ലേ, ഇവർക്ക് ഭയങ്കര ദൂരമാണ്. ഞങ്ങൾ സിറ്റിയിൽ വരണ്ടേ. ഇവരിവിടെ തിരുവല്ലത്തിനടുത്ത ഇന്നത്തേക്ക് റൂം എടുത്തേ. സോ അതുകൊണ്ട് തന്നെ നമ്മളിത് ഇവിടെ നിയർ ബൈ ഏതോ ഒരു ഇതുണ്ട്, ഏതാ ഹോട്ടല്, അങ്ങോട്ട് പോവുകയാണേ. ഉറങ്ങിയോ? കള്ളുറക്കം. നമ്മളിത് ഇവിടെ ഇത് ഏതാ ഹോട്ടൽ ചേച്ചി? ടേസ്റ്റും കേരള അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഹോട്ടൽ നിയർ ബൈ കോവളം വന്നേ എത്തിയിട്ടുണ്ട്. പറഞ്ഞെടുത്ത ഡ്രസ്സാണ്.
ഒരു ബോക്സാണ് കേക്ക് ബോക്സ് കാണിച്ചേ സർപ്രൈസ് എന്താണ് സർപ്രൈസ്. സീ ഫുഡ് കോർണർ ആട്ടോ. ഗാർഡൻ റെസ്റ്റോറന്റ് പാർട്ടി ഹൽഡേ ഉണ്ടോ? ഇവിടെയാണ് ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. സീ ഫുഡ് ആണെങ്കിൽ ഐ തിങ്ക് ഇവിടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ടേസ്റ്റ് ഓഫ് കേരള വേണ്ടോ? വിഷ്ണുവിന്റെ വൈഫിന്റെ പേരെന്തുവാ? നിധി അല്ലേ? ഏതോ ഒരു ലേഡി കമന്റ് ചെയ്തേക്കുന്നു. അപ്പൊ ഞാൻ ശരി ആന്നല്ലേ. ആ അതെ, നമുക്ക് അവിടെ കേറാം. നമുക്ക് എല്ലാവർക്കും ആയിട്ട് നമ്മള് 11 പേരുണ്ട്. എന്തെങ്കിലും ഓർഡർ ചെയ്തേ തന്നെ. പക്ഷെ ആദ്യമേ പറയണം കേട്ടോ, ഇവർക്ക് സമയം എടുക്കും ചെയ്തെടുക്കാനേ. ഭയങ്കര ടൈം എടുക്കുക. കുഞ്ഞവിടെ സേഫ് അല്ലേ? എടാ അവളവിടെ ഇത് സ്നാപ്പർ വേണോ? ഇത് വേണോ? റെഡ് സ്നാപ്പറോ? വൈറ്റ് സ്നാപ്പർ. വൈറ്റ് സ്നാപ്പർ. ബാർബിക്യൂ ടേസ്റ്റ്. കടിക്കും കടിക്കും. ഓ ബാ. അങ്ങനെ ദേ നമ്മുടെ ഫിഷ് ഫ്രൈസൊക്കെ വന്നിട്ടുണ്ട്. പേരുകളൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. എനിക്കിതിലൊന്നും വലിയ ഗ്രാഹ്യമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ നമ്മുടെ റേഷൻ കടയിൽ നമ്മുടെ അടുക്കളയൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഗ്രാഹ്യമില്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഓർഡർ കൊടുത്തു, അത്രയല്ലാണ്ട് പേരുകളൊക്കെ മറന്നുപോയി. എനിവേ നല്ല ഫുഡായിരുന്നു. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ കഴിക്കാൻ പറ്റി. പിന്നെ വലിയ ക്വാണ്ടിറ്റി ഒന്നും എടുത്തില്ല. കാരണം നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച നല്ല ഹെവി ഫുഡാണ്. ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ റൈസ് ടേസ്റ്റൊക്കെ കൊണ്ട് അവർ ഒരുപാട് കഴിച്ചു. എല്ലാവരും നന്നായിട്ട് കഴിച്ചതുകൊണ്ട് അത് ദഹനത്തിൻ്റെ ചെറിയ പ്രശ്നമുള്ളതൊക്കെ കൊണ്ട് വലുതായിട്ട് ആരും ഓർഡർ കൊടുത്തില്ല. ആർക്കും വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ വന്നതിൻ്റെ പേരിനൊന്ന് കൂടണമല്ലോ, അങ്ങനെ കഴിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എല്ലാവരും കഴിച്ചു. ഞാൻ അമ്മയ്ക്ക് വീട്ടിൽ പോയിട്ട് കൊടുക്കും കേട്ടോ. കാര്യം അമ്മയ്ക്ക് ഇതൊന്നും ആവില്ല എന്ന് എനിക്കറിയാം. വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് റൈസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അത് കൊടുക്കണം. ബായ് കൊടുക്കടാ ബാവയ്ക്ക്. കണ്ണി പോയാ? അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം അങ്ങ് തീർന്നു. സൂപ്പർ ആയിരുന്നു. 1 ഡേ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞില്ല. 1 ഡേ ഫിനിഷ്. താങ്ക്സ് രശ്മി ചേച്ചി. പൂച്ചയാ അന്നിന് കാണാൻ പോയാണിട്ട്. ഓക്കെ, അപ്പോ നല്ലൊരു ഡേ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മളെ ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. കാണും ഇനി 1.5 വർഷം കഴിഞ്ഞ് ചേച്ചി വരും. അപ്പോഴത്തേക്കും വീണ്ടും കാണാം. ഓക്കെ, അപ്പൊ നമ്മളിനി നേരെ വീട്ടിലോട്ട്. നല്ല തളർന്നു, ഫുള്ളി ടയർഡായി, നേരെ വീട്ടിലോട്ട്. അപ്പൊ ടാറ്റാ. അമ്മ എവിടെ? ടാറ്റാ കുഞ്ഞ്, ടാറ്റോട്.